ഒരാൾക്കും നിർബന്ധപൂർവ്വം നിങ്ങളുടെ ആധാർ കാർഡ് ചോദിക്കാൻ പറ്റില്ല. ആധാർ കാർഡ് മാക്സിമം ചോദിക്കാൻ പറ്റുന്നത് രജിസ്റ്റേർഡ് ഡോക്യുമെന്റ്സ് കൊടുക്കുന്ന രജിസ്ട്രാർസ് ഓഫീസിലാണ്. പിന്നെ സിം എടുക്കുമ്പോഴും നിങ്ങളുടെ അഡ്രസ് പ്രൂഫേ വേണം. അപ്പോൾ ഇപ്പം അമേരിക്കയിൽ ഏതൊരു വ്യക്തിയോടും ചോദിച്ചാൽ ഒരു നാഷണൽ ID കാർഡ് അവർ ഒരു മനുഷ്യനും അത് ഷെയർ ചെയ്യും. നിങ്ങളുടെ ബാങ്ക് പാസ്വേഡ് നഷ്ടപ്പെട്ടു, എൻ്റെ എല്ലാ ഡോക്യുമെന്റ്സും പോയി, എനിക്കത് ആക്സസ് ചെയ്യണം. നിങ്ങളുടെ ടെലിഫോൺ നമ്പറിൽ പോയാൽ ടെലിഫോണിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാ സാധനവും അയച്ചിരിക്കുന്ന സംഭവങ്ങളും ഒക്കെ കിട്ടും. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങളുടെ ബാങ്കിൽ ഞാൻ കയറുന്നു. ആ കയറി കഴിഞ്ഞാൽ ബാങ്ക് വെരിഫൈ എന്താണ്, ഏതെങ്കിലും ഒരു കാർഡിന്റെ ലാസ്റ്റ് 2 നമ്പറോ 4 നമ്പറോ ഒക്കെ പറയാൻ പറഞ്ഞു എന്ന് വിചാരിക്കും. അപ്പൊ എന്റെ കയ്യിലുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് കാണാം. ഒരാളുടെയും പ്രൈവസിയിൽ നമ്മൾ കയറരുത് എന്നാണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. നമ്മളിവിടെ എല്ലായിടത്തും പടക്കെടുക്കില്ലേ? നിങ്ങൾ ഗൾഫിൽ എവിടെയെങ്കിലും പോയിട്ട് പടമെടുത്താട്ടെ, പോലീസ് അപ്പത്തും. This video is powered by Visite Group of Institutions, Ernakulam. നമ്മളുടെ ഒരു തിരിച്ചറിയൽ രേഖ അതൊന്നും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് ഇതാരെങ്കിലും ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായപ്പോഴാണ് ഇതിനെപ്പറ്റി ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായത്. കഴിഞ്ഞ ദിവസം കല്യാണിൻ്റെ ഒരു ഇനാഗുറേഷൻ്റെ സമയത്ത് നമ്മൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ആധാർ കാർഡ് കിട്ടുകയുണ്ടായി. അപ്പോൾ ഞാനത് അവിടുത്തെ കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞപ്പം അവരൊന്ന് അനൗൺസ് ചെയ്തു, ആരും വന്നില്ല. പിന്നീട് അങ്ങോട്ടുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യണം എന്നുള്ളൊരു ചർച്ചയാണ്. പലരും പല രീതിയിൽ പറഞ്ഞു ഇത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. അപ്പം ഞാൻ ആകെ കുടുങ്ങിയിരിക്കണം, ഇത് എൻ്റെ കയ്യിലാണ് കിട്ടിയേക്കണം. അങ്ങനെ ലാസ്റ്റ് ഒരു ഉത്തരവുണ്ടായി, പോസ്റ്റ് ബോക്സിൽ ഇട്ടാൽ മതി, അവരത് എത്തിച്ചോളൂ എന്നുള്ള ഒരു ആൻസറാണ് പലരിൽ നിന്ന് എനിക്ക് കിട്ടിയത്. എന്താണ് ഇതിൻ്റെ വസ്തുത? ഇത് കളഞ്ഞു പോയാൽ അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അവരെന്ത് ചെയ്യണം? ഒരാൾക്ക് കിട്ടിയാൽ അവർക്ക് എന്താണ് ഒരു അടുത്ത നടപടി? TPS എന്താ ചെയ്യട്ടെ? ഏത് ഐ ഡി കാർഡും നഷ്ടപ്പെട്ടാൽ, അത് തിരിച്ചറിയൽ കാർഡ് നമ്മുടെ ഏത് വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ ആയാലും, സാധാരണ നമ്മുടെ ഗവൺമെൻറ് ഓഫീസ് ID കാർഡൊക്കെ തരുമ്പോൾ അതിന് താഴത്ത് എഴുതും, ഇൻ കേസ് ഇഫ് യു ഫൗണ്ട് ദിസ് കാർഡ്. അതിനകത്ത് ഹൗസ് അഡ്രസ്സ് ഇല്ല, ചിലപ്പോൾ ഓഫീസ് അഡ്രസ്സും ഉണ്ടാവണമെന്നില്ല, കാരണം എല്ലാ സെൻറ്ററിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുണ്ട്. അപ്പോൾ എൻ്റെ ഒന്നും കാർഡിൽ ചിലപ്പം അഡ്രസ്സൊന്നും ഉണ്ടാവണമെന്നില്ല, ID കാർഡിൽ. അതിനകത്ത് താഴത്ത് എഴുതും, ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ചെയ്യുന്നത്. ആധാർ കാർഡിൽ വളരെ എളുപ്പമാണ്, കാരണം നമ്മുടെ അഡ്രസ്സ് അതിനകത്തുണ്ട്. ആധാർ കാർഡ് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡാണ്, നാഷണൽ ഐഡൻറ്റിറ്റി കാർഡാണ്. അപ്പം ഈ ചെയ്തത് നല്ലൊരു കാര്യമാണ്. പോസ്റ്റ് ബോക്സിലിട്ടാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല 2 ഡിപ്പാർട്ട്മെൻറ്റ്, ഒന്ന് റെയിൽവേയും ഒന്ന് പോസ്റ്റലുമാണ്, എല്ലാ ജനങ്ങളെയും കണക്ട് ചെയ്യുന്നതാണ്. ഇതിനേക്കാളും തമാശയില്ല. കൊട്ടാരത്തിൽ നരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ താമസിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് അയാളുടെ പഴയ ഈ ഐഡൻറ്റിറ്റി കാർഡ് കിട്ടിയിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ പഴയ 10ാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ ക്ലാസ്മേറ്റിനെ എനിക്ക് കുറേ കാലമായി കാണാൻ പറ്റുന്നില്ല. അയാൾ ചെയ്തതെന്താ അറിയോ? തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കത്തെഴുതി, ഇന്ന വ്യക്തിയാണ് എൻ്റെ ക്ലാസ്മേറ്റ്, അവൻ്റെ ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുത്തിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ എനിക്ക് അവനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പോലീസ് ചെയ്യും, അറിയോ? ആണല്ലേ? ഇവരൊക്കെ പബ്ലിക് സർവൻ്റ് അല്ലേ, അവർ ജനങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലല്ലേ. ഇന്ന വർഷം ഇന്ന സ്കൂളിൽ ഇന്ന ബാച്ചിൽ പഠിച്ച ഒരാളെ കേസിൻ്റെ തുമ്പ് കാണാൻ ക്രിമിനൽ കേസിന് വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല. അപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റും കൃത്യമായിട്ട് പോസ്റ്റ് ഓഫീസിലെത്തും. ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സ്റ്റാമ്പ് അടിക്കണമെന്നൊന്നുമില്ല. പക്ഷെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇത് ഡെലിവറി പോകുന്ന സമയത്ത് അവർക്ക് സ്റ്റാമ്പ് അടിച്ചിട്ടൊക്കെ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ കൊടുക്കും? അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഒരു കവറിലിട്ടിട്ട്. അതാണ് കവറിലിടാൻ പറഞ്ഞത്. കവറിലിടുമ്പോൾ അതിനകത്ത് സ്റ്റാമ്പ് ചെയ്യണം. ഇത് ഓരോ സ്ഥലത്തേക്കും പോകുന്നത് അത് ഇന്ന് പലതും ഓട്ടോമാറ്റിക്കാണ്. രജിസ്റ്റേർഡ് ആയിട്ടും അയക്കാം. നിങ്ങൾക്ക് രജിസ്റ്റേർഡ് എന്ന് എഴുതിയിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, അപ്പം കളഞ്ഞോ ഇല്ലയോ എന്ന്, അയാളുടെ അടുത്ത് കറക്റ്റായിട്ട് എത്തിയോ എന്ന് അറിയാം. കാരണം ഈ ലാസ്റ്റ് ഡെലിവറി ചെയ്യുന്ന ഒരാൾ റെസ്പോൺസിബിൾ അല്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക, അവൻ എവിടെയെങ്കിലും എടുത്തിടും, പോയില്ലേ? നിങ്ങൾ ഉദ്ദേശിച്ച ഫലം അവിടെ എത്തണം എന്നല്ലേ? സിൻസിയർ ആയിട്ടാണ് ചെയ്യുകയാണെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് അയക്കുക, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് പോസ്റ്റിങ്ങിൽ അയക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അടുത്ത് എത്തും. നിങ്ങൾക്കത് ട്രാക്ക് ചെയ്യാം, കാരണം ട്രാക്കിംഗ് നമ്പർ കിട്ടും. നമ്മൾ രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കുമ്പോൾ കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, ആ നമ്പർ വെച്ചിട്ട് നിങ്ങൾ പോസ്റ്റ് ഓഫീസിന്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ സ്പീഡ് പോസ്റ്റിൽ അത് രജിസ്റ്റേർഡ് ആയാലും സ്പീഡ് ആയാലും പറ്റും. സ്പീഡ് ആകുമ്പോൾ സ്പീഡിൽ പോകും, രജിസ്റ്റേർഡ് ഒക്കെ സ്പീഡാണ്. സ്പീഡ് പോസ്റ്റ് ഒക്കെ ബൈ ഡിഫോൾട്ട് രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ കാശ് കുറച്ചേ മുടക്കണമെങ്കിൽ രജിസ്റ്റേർഡ് അയക്കാം, കുറച്ചും കൂടി കാശ് മുടക്കാൻ തയ്യാറാണെങ്കിൽ സ്പീഡ് പോസ്റ്റ് അയക്കാം. അപ്പോൾ അഡ്രസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് വെറുതെ പോസ്റ്റ് ബോക്സിൽ ഇട്ടാലും മതി അല്ലേ? ഒരു കവറിലിട്ടാണ് ഏറ്റവും നല്ലത്. കവറിലിട്ടാവുമ്പോൾ കറക്റ്റായിട്ട് എത്തും. ഇനി എനിക്ക് നഷ്ടപ്പെട്ട ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യമെങ്കിൽ വെബ്സൈറ്റിൽ പോവുക, ഡ്യൂപ്ലിക്കേറ്റ് അപ്ലൈ ചെയ്യുക, യു വിൽ ഗെറ്റ് ഇറ്റ്.
പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യം കംപ്ലൈന്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഐഡന്റിറ്റി കാർഡ് പോയതിന് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ആധാർ കാർഡ് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, നമ്മൾ വീട്ടിൽ സെർവൻസിനെ വെക്കുന്ന സമയത്ത് അവരുടെ ആധാർ കാർഡ് നിർബന്ധമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിരിക്കണം, അല്ലെ അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ലോക്കൽ ആൾക്കാരാണെങ്കിൽ ഇത് വേണ്ട. എന്നുവെച്ചാൽ നിങ്ങളുടെ നാട്ടിലുള്ള ആളാണ്, പഞ്ചായത്തിലുള്ള ഒരാളാണ്, നിങ്ങളുടെ നാട്ടിന് തൊട്ടടുത്തുള്ള അഡ്രസ്സാണ്, കുറേ ദൂരത്തു നിന്ന് വരുന്ന ഒരാളാണെന്ന് വിചാരിക്കും. അത് ഫേക്ക് ആണോ അല്ലയോ നമുക്ക് അറിയില്ലല്ലോ. അപ്പം നമ്മുടെ പരിധിയിൽപ്പെട്ടില്ല മിക്കവാറും സർവൻസിനെയോ അല്ലെങ്കിൽ പണിക്കാരെയൊക്കെ വെക്കുന്നത് നമ്മൾ അറിവില്ല. അല്ലെങ്കിൽ ഒരു ഏജന്റ് ഉണ്ടാവും, അയാൾ അറിയുന്ന ഒരാളാണ്. ഈ ബന്ധമൊന്നുമില്ലാതെ നിങ്ങൾ റിക്രൂട്ട് ചെയ്തിട്ടോ അഡ്വർടൈസ്മെന്റ് വെച്ചിട്ടോ കോണ്ടാക്ട്സോ കണക്ഷൻസോ ഇല്ലാത്ത ഒരാളെയാണ് വെക്കുന്നുണ്ടെങ്കിൽ ടെലിഫോൺ നമ്പർ അത്ര വാലിഡ് അല്ല. കാരണം അത് ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആരുടെ പേരിലാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് സർവീസ് പ്രൊവൈഡർ ആണെന്ന് കണ്ടുപിടിക്കാനേ മാക്സിമം പറ്റുള്ളൂ. ഏത് ലൊക്കേഷനിലാണെന്നും അറിയില്ല. പലപ്പോഴും ഇപ്പോൾ ഇന്റർനാഷണൽ റോമിംഗ് ഒക്കെ ഉള്ള സമയത്ത് പോലും ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ആ സമയത്ത് ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇന്നൊരാളുണ്ടെന്ന് പറയുന്നത് അവർ വെരിഫൈ ചെയ്യണം എന്നാണ്. ഓക്കെ, ഇത് പഞ്ചായത്തിന്റെയും കൂടി ആവശ്യമാണ്. കാരണം എൻ്റെ പഞ്ചായത്തിൽ പുറത്തുനിന്ന് ആരൊക്കെ വന്നിട്ടുള്ളത് പഞ്ചായത്തിനും അറിയണം. ക്രൈംസ് ഒന്നും നടക്കാതിരിക്കാൻ. അപ്പോൾ അവരുടെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഇന്ന് തുല്യമാണ് ഇതൊക്കെ. ഇനി അത് മാത്രമല്ല, ഇപ്പം എബ്രോഡിൽ നിന്ന് വരുന്ന ഒരാളാന്ന് വിചാരിക്കും. എബ്രോഡിൽ നിന്ന് വരുന്ന ഒരാളാവുന്ന സമയത്ത് നിങ്ങൾ കളക്ടറേറ്റിലും അറിയിക്കണം. ഓ, അത് ശരി. നിയമങ്ങൾ കറക്റ്റായിട്ട് ഇപ്പം ഞാനൊരു കോളേജ് നടത്താണ്. കോളേജിൽ ഒരു ലെക്ചറിന് വേണ്ടിയിട്ട് എബ്രോഡിൽ നിന്ന് ഒരാളെ വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആസ് പെർ റൂള് കളക്ടറേറ്റിൽ അറിയിക്കണം. നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ അത് നമ്മുടെ ലോക്കൽ, അതാണ് പോലീസാണ് അവിടെ റെപ്രസെന്റ്. എന്തിനാണ് കളക്ടറേറ്റിൽ അറിയിക്കുന്നത്? കാരണം ഈ പ്രശ്നങ്ങൾ എവിടെയും ആർക്കും ഉണ്ടാവാലോ. അദ്ദേഹം വിസയിലാണ് വരുന്നത്. നമുക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് വിസയുണ്ടോ, എവിടെ നിന്നാണ് വരുന്നത്, ഒന്നും കൃത്യമായിട്ട് അറിയില്ല. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് അറിയില്ല, ഏത് രാജ്യക്കാരനാണെന്ന്. നമുക്ക് ഇത്തരം ചോദ്യങ്ങളും എൻക്വയറി ഒന്നും പറ്റില്ല. അവർക്ക് അതിനായിട്ടുള്ള ഒരു ഏജൻസി ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും ആധാർ കാർഡിനെ കുറിച്ച് പറയുമ്പോഴും ആധാർ കാർഡ് നിർത്തലാക്കാൻ പോകുന്നു, അതിന്റെ ഒരു സർവീസ് എടുത്ത് കളയാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു കൺഫ്യൂഷൻ ഉള്ളത്, കുറേ കാർഡുകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അതെ, ഒന്ന് ആധാർ കാർഡ് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്. നമ്മളിപ്പോ എല്ലാവരെയും ഇൻക്ലൂസീവായിട്ട് ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ആ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും പാൻ കാർഡ് കണക്റ്റഡ് ആണ്. അപ്പൊ എല്ലാവർക്കും പാൻ കാർഡും എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടും ഉണ്ടെങ്കിൽ ഈ ഒരു കാർഡ് നമ്മുടെ ഐഡന്റിറ്റി ആക്കേണ്ട കാര്യം എന്താണ്? ആധാർ. ഒന്ന് ആധാർ പാനുമായിട്ട് ലിങ്ക്ഡ്, പാൻ കാർഡ് ബാങ്കുമായിട്ട് ലിങ്ക്ഡ്, അല്ലെ? ഇതല്ലാണ്ട് ഒരു ബിസിനസ്സും പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാൻ കാർഡ് തന്നെ നമ്മുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് ഉപയോഗിച്ചൂടെ? അടുത്തൊരു കാർഡുണ്ട്, വോട്ടേഴ്സ് കാർഡ്. അപ്പോൾ എത്ര കാർഡുകളാ? ഇതിനെ യൂണിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ഉണ്ട്. ഇപ്പോൾ ആധാർ കാർഡ് നിർത്തി എന്നുള്ളത് ഒരു ഫേക്ക് ന്യൂസ് ആണ്. നിർത്തിയിട്ടില്ല, പക്ഷെ നിർത്താം. കാരണം എബ്രോഡിലൊക്കെ പല സ്ഥലത്തും ഏത് രാജ്യത്ത് പോയാലും അവർക്കൊരു നാഷണൽ ഐഡന്റിറ്റി കാർഡാണ്. ഈ പറയുന്ന പാനും ടാക്സും ഒക്കെ അതിനകത്ത് പെടും. എല്ലാം കൂടി ഒരു കാർഡ്. ഈ സാം പെട്രോഡ എന്ന് പറയുന്ന ആളാണ് ഇന്ത്യയിലെ കാർഡിന്റെ ഉപജ്ഞാതാവ്. ഞാൻ പണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രസന്റേഷനിൽ അദ്ദേഹമായിരുന്നു എൻ്റെ ചെയർപേഴ്സൺ. പണ്ട് ഒരു സയന്റിഫിക് പേപ്പർ പ്രസന്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അന്ന് അദ്ദേഹം എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ ഇത് പറഞ്ഞത്. പണ്ട് ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെരിഞ്ഞിട്ടേ ഇരിക്കുള്ളൂ. കാരണം ഈ ബാക്ക് പോക്കറ്റിലിരിക്കുന്ന പേഴ്സിന്റെ ക്യാഷിന്റെ കനം കൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും, എപ്പോഴും നേരെ ഇരിക്കാൻ പറ്റില്ല. അത് മാറിയിട്ട് ഇപ്പോൾ ഫ്ലെക്സിബിൾ അല്ലാത്ത, ഫോൾഡ് ചെയ്യാൻ പറ്റാത്ത കാർഡുകൾ മാത്രം നിറച്ചു വെച്ചിരിക്കുന്ന പോക്കറ്റിലാണ് ആൾക്കാർ ഇരിക്കുന്നത്. അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പം അമേരിക്കയിൽ ഏതൊരു വ്യക്തിയോടും ചോദിച്ചാൽ ഒരു നാഷണൽ ID കാർഡ് അവർ ഒരു മനുഷ്യനും അത് ഷെയർ ചെയ്യില്ല. ഇപ്പം നമ്മളിപ്പോൾ അമേരിക്കയിലേക്ക് ഒരു വിസ അപ്ലൈ ചെയ്യുന്നു, ഒരു വിസിറ്റ് പോകുന്നു, എനിക്ക് നിങ്ങളുടെ കുറേ ഡോക്യുമെന്റ്സ് കൊടുക്കണമല്ലോ. ആ സമയത്ത് ബാങ്ക് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അവർ തരും, പക്ഷേ ID കാർഡ് ഷെയർ ചെയ്യില്ല. അത് പ്രൈവസിയുടെ ഭാഗമാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ID കാർഡ് കളഞ്ഞ് വേറൊരാളുടെ കൈ കിട്ടിയാലോ അത് പ്രോബ്ലം അല്ല. അത് ദാറ്റ്സ് ആക്സിഡന്റൽ. വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ആക്സിഡന്റ്സ്. അല്ല, നമ്മുടെ ഇവിടെ എല്ലാ കാര്യത്തിനും ഈ കാർഡ് ഉണ്ട്. കാരണം ഏത് ഹോട്ടലിൽ ഞാനിപ്പോ സാധാരണ പോകുന്ന ഏത് ഇന്റർനാഷണൽ ഹോട്ടലുകളിലായാലും, ഇന്റർനാഷണൽ ഹോട്ടലിൽ പാസ്പോർട്ടാണ് കൊടുക്കേണ്ടത്. അതെ, കമ്പൽസറി. നമ്മൾ പുറത്തു പോയി അവർ നമ്മുടെ പാസ്പോർട്ടാണ് ചോദിക്കാം. ഇന്ത്യയിൽ എവിടെയും നമ്മൾ കൊടുക്കേണ്ടത് ആധാർ കാർഡല്ല, വേറെ എന്തെങ്കിലും ID കാർഡാണ്. അത് ഡ്രൈവിംഗ് ലൈസൻസ് ആവാം. കാരണം ഡ്രൈവിംഗ് ലൈസൻസിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പേ ഉള്ളൂ. പക്ഷെ ഇവർ ചോദിക്കുന്ന ആധാർ കാർഡാണ്. അല്ല, അത് എന്തെങ്കിലും ID കാർഡ് മാത്രമേ ഉള്ളൂ. ഒരാൾക്കും നിർബന്ധപൂർവ്വം നിങ്ങളുടെ ആധാർ കാർഡ് ചോദിക്കാൻ പറ്റില്ല. ആധാർ കാർഡ് മാക്സിമം ചോദിക്കാൻ പറ്റുന്നത് രജിസ്റ്റേർഡ് ഡോക്യുമെന്റ്സ് കൊടുക്കുന്ന രജിസ്ട്രാർസ് ഓഫീസിലാണ്. പിന്നെ സിം എടുക്കുമ്പോഴും നിങ്ങളുടെ അഡ്രസ് പ്രൂഫേ വേണ്ടൂ. ഒരു സിം കൊടുക്കാൻ
ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ആവശ്യമില്ല, അഡ്രസ് പ്രൂഫ് വേണം. അപ്പോൾ അഡ്രസ് പ്രൂഫിന് എല്ലാവരുടെ കയ്യിലും ഇന്നുള്ളത് എന്താണ്? ആധാറാണ്. ആധാർ കാർഡാണ് കൂടുതൽ ആൾക്കാരുടെ കയ്യിൽ. അതുകൊണ്ടാണ് അതൊരു കോമൺ പ്രാക്ടീസ് ആയിട്ട് മാറിയിട്ടുള്ളതാണ്. പിന്നെ ആധാർ കാർഡിലൊക്കെ നമ്മൾ കണക്റ്റഡ് ടെലിഫോൺ നമ്പർ ഉണ്ട്. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ടെലിഫോൺ നമ്പറും ഷെയർ ചെയ്യണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾ സിം എടുക്കാൻ പോകുമ്പോൾ വേറൊരു സർവീസ് പ്രൊവൈഡർ സിം ഉണ്ടെന്ന് നിങ്ങൾ എന്തിനാണ് ഡിക്ലെയർ ചെയ്യണേ? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇൻഡയറക്ട്ലി യു ആർ ടെല്ലിങ് ഹിം വാട്ട് ഈസ് യുവർ ടെലിഫോൺ നമ്പർ. ഇപ്പം ആക്സിഡൻ്റിൽ ആയിക്കോട്ടെ, ഒരാളുടെ കയ്യിൽ നമ്മുടെ കാർഡ് കിട്ടി, അവർക്കത് മിസ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരു ലിമിറ്റഡ് കേസ് സാധാരണ ബോധമുള്ളവർക്കൊന്നും പറ്റില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പം നമുക്ക് നിങ്ങളുടെ എല്ലാ സംഭവവും നഷ്ടപ്പെട്ട സമയത്ത് നിങ്ങൾക്ക് ചില ലോഗിൻ ആവശ്യം വന്നു. അതിൽ വെരിഫൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആധാർ കാർഡിൻ്റെ ലാസ്റ്റ് നമ്പർ പറയാൻ പറയും. ഓക്കെ. അപ്പോൾ നല്ല വിദ്വാനാണെങ്കിൽ, കള്ളത്തര പറഞ്ഞു പഠിപ്പിക്കുന്നത്, നല്ല വിദ്വാനാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് പാസ്വേഡ് നഷ്ടപ്പെട്ടു, എൻ്റെ എല്ലാ ഡോക്യുമെന്റ്സും പോയി, എനിക്കത് ആക്സസ് ചെയ്യണം. അപ്പോൾ ഒരു ചാൻസ് കിട്ടിയെന്ന് വിചാരിക്കുക അയാൾക്ക്. നിങ്ങളുടെ ടെലിഫോൺ നമ്പറിൽ പോയാൽ ടെലിഫോണിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാ സാധനവും, അയച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങളുടെ ബാങ്കിൽ ഞാൻ കയറുന്നു. ആ കയറി കഴിഞ്ഞാൽ ബാങ്ക് വെരിഫൈ എന്താണ്, ഏതെങ്കിലും ഒരു കാർഡിന്റെ ലാസ്റ്റ് 2 നമ്പറോ 4 നമ്പറോ ഒക്കെ പറയാൻ പറഞ്ഞു എന്ന് വിചാരിക്കും. അപ്പൊ എന്റെ കയ്യിലുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറ്റും, ഡയറക്റ്റ് ആയിട്ട് പറ്റും എന്നല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ ഈ കാർഡ് കയ്യിൽ വേറൊരാളുടെ കിട്ടിയിട്ട് അയാൾക്ക് ഒന്നും ചെയ്യാനില്ല, അത് വേസ്റ്റ് ആണ്. കാരണം ഇത് അദ്ദേഹത്തിന്റെ പ്രൂഫായിട്ട് എവിടെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എനിക്കങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ട് എന്റെ സ്ഥലം നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് തന്നെയല്ല, തമ്പ് പിന്നീട് ചോദിക്കുകയും ചെയ്യും. അതെ, അത് ചോദിക്കും, എല്ലായിടത്തും തമ്പ് ചോദിക്കും. അല്ലെങ്കിൽ ദാറ്റ് ഈസ് കണക്റ്റഡ് ടു എ ടെലിഫോൺ നമ്പർ വിച്ച് യു ഹാവ് ഗോട്ട് എൻ OTP. ഇപ്പൊ നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ ബാങ്ക് ചെയ്യുന്ന സമയത്തും ഞാൻ പറയേണ്ടതും ഫലിപ്പിക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ടെലിഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഹാക്ക് ചെയ്യാൻ പറ്റുക. കാരണം ടെലിഫോൺ ഹാക്ക് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. എനിക്കൊരു സർവീസ് പ്രൊവൈഡറുടെ ചെറിയൊരു ഹെൽപ്പ് ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മുടെ എല്ലാ അക്കൗണ്ടുകളും നമുക്ക് ഹാക്ക് ചെയ്യാം. നിങ്ങളുടെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാം, എല്ലാം ഹാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ തേർഡ് പാർട്ടി പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ഏതെങ്കിലും കമ്പനിയിലെ ഒരു സാധാരണക്കാരനെ കിട്ടിയാലും നമുക്ക് ഹാക്ക് ചെയ്യാം. എനിക്ക് എല്ലാ ഡീറ്റെയിൽസും ബാക്കിയുള്ളവർക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ഇനി ഇതൊന്നും അല്ലെങ്കിലും പോലീസിന് ചെയ്യാം, ലീഗലി ചെയ്യാം അത്യാവശ്യമായിട്ട് വരുമ്പോൾ. അപ്പോൾ ഈ പോണിടത്തെല്ലാം നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നതാണ് ഇതിനേക്കാൾ അപകടം. അല്ലെങ്കിൽ നമ്മുടെ നമ്മളിപ്പോൾ ഒരു കാര്യം, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പാർക്ക് പോകുന്നു, പാർക്ക് പോയിട്ട് പരിചയപ്പെടുമ്പം അങ്ങനെ നമ്പർ തരുമെന്ന് പറയുമല്ലോ. ഏത് എബ്രോഡിലും അങ്ങനെ ചോദിച്ചാൽ അവരിങ്ങനെ നോക്കും നമ്മളെ, ഇവൻ ഏത് ലോകത്തുനിന്നാണ് വരുന്നത്. നമ്മുടെ നമ്പർ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ നമ്പർ എല്ലാവർക്കും കൊടുക്കാറുണ്ട്, അവരുടെ നമ്പർ ഞാൻ ചോദിക്കാറില്ല. അതാണ് മാന്യത. അത്രയ്ക്കേ ഉള്ളൂ. ഒരാളുടെയും പ്രൈവസിയിൽ നമ്മൾ കയറരുത് എന്നാണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. നമ്മളിവിടെ എല്ലായിടത്തും പടക്കം എടുക്കില്ലേ? നിങ്ങൾ ഗൾഫിൽ എവിടെയെങ്കിലും പോയിട്ട് പടം എടുത്താട്ടെ, പോലീസ് അപ്പം തൂക്കും. കാരണം അതിനിടയിൽ നിങ്ങളെയാണ് എടുക്കുന്നത്. അതിനിടയിൽ ആരെങ്കിലും ഒരാൾ പാസ് ചെയ്യുമ്പോൾ അയാളുടെ പടവും നിങ്ങളതിൽ വരുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് അവരുടെ പടം എടുക്കാൻ? പക്ഷെ ഇവിടെ നമ്മൾ ഒരാൾ ഫോട്ടോ എടുക്കുന്നെങ്കിൽ ഒരു മോളിലായിക്കോട്ടെ, നമ്മൾ അവരൊന്ന് ജസ്റ്റ് നോക്കിയ പോലെ അവർക്കതൊരു ബോധറേഷനേ അല്ല. അവിടെ അങ്ങനെയല്ല. ഇവിടെ അത് മാത്രമല്ല, നമ്മളിപ്പോ ഒരാളെ പടം എടുക്കാൻ വേണ്ടി നിൽക്കാന്ന് വിചാരിക്കും. ഇപ്പൊ ഇവിടത്തെ പോലെ തിരക്കൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ പടം എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ബാക്കി എല്ലാവരും അവിടെ ഒന്ന് നിൽക്കും. അവരത് ക്രോസ് ചെയ്യില്ല. കാരണം നിങ്ങൾ എടുക്കുന്ന സമയത്ത് അവർ പെട്ടാലോ എന്നാണ് അവരുടെ ധാരണ. അപ്പൊ ഈ പ്രൈവസി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് പ്രൈവസി പ്രശ്നമല്ല. നമ്മൾ ആക്ച്വലി സോഷ്യൽ ബീയിങ് ആണ്. എല്ലാവരുടെ കാര്യത്തിലും എല്ലാത്തിലും ഇടപെടുന്ന ഒരു സ്വഭാവം. അവരങ്ങനെ അല്ലല്ലോ. അവിടെ എന്ത് നടക്കുന്നു നമ്മൾ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഓരോരുത്തൻ്റെയും ഐഡന്റിറ്റി, അല്ലെങ്കിൽ അത് എത്ര വെളിവാക്കണം, എത്ര വെളിവാക്കണ്ട, നമ്മൾ എന്ത് പറയണം, എന്ത് കൊടുക്കണം എന്നൊക്കെയുള്ള അറിവാണ് സോഷ്യൽ സെൻസ്. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങിയത് ആധാർ അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡിൻ്റെ ഉപയോഗത്തിലും അല്ലെങ്കിൽ അതിൻ്റെ നഷ്ടപ്പെടലും കാര്യങ്ങളാണല്ലോ. TPSൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊരു പബ്ലിക്കിന് നമ്മൾ കൈമാറുമ്പോൾ നമ്മൾ ഏത് തിരിച്ചറിയൽ രേഖയാണ്, നമ്മുടെ ഹോട്ടലിലാണെങ്കിലും അല്ലെങ്കിൽ എല്ലാവരും കൊടുക്കുന്നതിൻ്റെ ലൈസൻസ് ആണ് നമുക്ക് നമ്മുടെ സുരക്ഷയെ മുൻനിർത്തി. കാരണം ഗവൺമെന്റ് സീലുള്ള ഒരു സാധനം മാത്രമേ പറ്റുള്ളൂ, നമ്പർ 1. നമ്പർ 2, ഒന്ന് ലൈസൻസ് ആവാം, അല്ലെങ്കിൽ എൻ്റെ ഓഫീസ് ID കാർഡ് വേണമെങ്കിൽ കൊടുക്കാം മാക്സിമം. ഇപ്പം ഈ മാസ്ക്ഡ് ആധാർ എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നിട്ടുണ്ട്. അതിന് കുറേ ചെറിയ 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 തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ആധാർ കൊടുക്കുന്നതിന് നല്ലത് നമ്മുടെ ലൈസൻസോ അല്ലെങ്കിൽ അനുബന്ധ ഓഫീസ് IDയോ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ മാത്രമേ ആവശ്യമുള്ളൂ. താങ്ക് യു ഡോക്ടർ TPS. Thank you, Dr. TPS. This video is powered by Visat Group of Institutions, Ernakulam.